കുറേ നാളായിട്ട് പിൻട്രസ്റ്റിൽ നിന്നൊരു ഡിസൈൻ നോക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. ആർക്ക് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇന്ന് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് ഇതിന് ചെയ്യാമെന്ന് കരുതി. ഇതിൻ്റെ കളർ കോമ്പിനേഷനും അങ്ങനെയായിരുന്നു. കാരണം സ്പാനിഷ് ഡിലൈറ്റ് ആയതുകൊണ്ട് ക്രീമിൽ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇത്രയും പണിപ്പാടുള്ള കേക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് തോന്നുമെന്ന് എനിക്ക് മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഞാനെടുത്ത ബോർഡ് കുറച്ച് ചെറുതായിപ്പോയി, കുറച്ച് വലിയ ബോർഡ് എടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈഡിൽ കൊടുത്ത സാധനം പിന്നീട് മാറ്റി കളയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഈ ഡോട്ട്സ് ഇങ്ങനെ കൊടുക്കണം. എനിക്ക് സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഞാനിങ്ങനെ തല കുനിച്ച് വരാറുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കി നോക്കിയോ കുനിച്ച് ക്യാമറയുടെ മുന്നിലായെന്ന്. പിന്നെ അതൊക്കെ ഞാൻ ചെയ്ത് തീർത്തു. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു വിൻറ്റേജ് ടൈപ്പ് കേക്കാണ് കേട്ടോ. നോർമൽ നമ്മുടെ വിൻറ്റേജ് ടൈപ്പിൽ ഒരുപാട് ക്രീമുകൾ ഉണ്ടാവുമെങ്കിലും ഇതും ഒരു വിൻറ്റേജ് ടൈപ്പ് തന്നെയാണ്. മിനിമൽ ക്രീം വെച്ച് ചെയ്യുന്ന വിൻറ്റേജ് ടൈപ്പ് കേക്കാണ് കേട്ടോ. ഇതും ഒരുപാട് കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്ലവറൊക്കെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി ഇത് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പിൻട്രസ്റ്റിലുള്ള ഡിസൈൻ്റെ അത്ര ഒന്നും വന്നില്ലെങ്കിലും എനിക്കെന്തോ ഈ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്നറിയാം. ഇഷ്ടപ്പെട്ട പ്ലീസ് തീർച്ചയായിട്ടും നിങ്ങൾ ഫ്ലവേഴ്സ് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ബോക്സിൽ ഫ്ലവറിൻ്റെ ഇമോജി ഉണ്ടല്ലോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഉണ്ടാക്കാൻ ഇത്രയും ക്രീം നമുക്ക് ആവശ്യമായിട്ടൊന്ന് ഇത്രയും മെസ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ. ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം. ബൈ.